ഷഫീദ് റാവുത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം. ഷഫീദ്, എങ്ങനെയാണ് തെക്കൻ കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, അവിടെയൊക്കെ കനത്ത പോളിംഗ് ആണോ? വിവരങ്ങൾ എങ്ങനെയാണ്? പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ നേതാക്കളൊക്കെ ആദ്യമേ തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്നത് നമ്മൾ കണ്ടു. അനുജ, സാധാരണഗതിയിൽ അധികാരം പിടിക്കാൻ തെക്കൻ കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ജില്ലകൾ, അതിൽ തിരുവനന്തപുരവും കൊല്ലവും നിർണായകമാകും എന്ന് പറയാറുണ്ട്. അതേ രീതിയിൽ തന്നെ ഇപ്പോഴത്തെ പോളിംഗ് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും കാര്യമായ പോളിംഗ് ഈ മണിക്കൂറുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് 33.37%, അതേപോലെ കൊല്ലത്ത് 32.94%, പത്തനംതിട്ടയിലും സമാനമായി 33.33% എന്നിങ്ങനെ പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളത് സ്വാഭാവികമായും അത് ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ച് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, തിരുവനന്തപുരം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ക്രൂഷ്യലായ മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളിലും അത് SIR ശേഷമുള്ള തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ പല പട്ടികയിൽ കാര്യമായിട്ടുള്ള കുറവടക്കമുള്ള കാര്യങ്ങൾ വന്നെങ്കിൽ കൂടി പോളിംഗ് ശതമാനം കാര്യമായി ഉയരുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം നിയമമണ്ഡലങ്ങളാണ്. കഴക്കൂട്ടത്ത് 36.03%, വട്ടിയൂർക്കാവിൽ 35.71%, തിരുവനന്തപുരത്ത് 32.83%, നേമത്ത് 35.3% പോളിംഗ് രേഖപ്പെടുത്തി. അതായത് ഈ ക്രൂഷ്യൽ മണ്ഡലം അല്ലെങ്കിൽ ശക്തമായ ത്രികോണപ്പോര് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഏതാണ്ട് 12 മണിയോട് എടുക്കുമ്പോൾ കാര്യമായിട്ടുള്ള പോളിംഗിൽ സാധാരണ നഗരമണ്ഡലങ്ങൾ അങ്ങനെ പോളിംഗ് വരാത്തതാണ്. ആ രീതിയിൽ പോളിംഗ് ഉയർന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് നഗരമണ്ഡലങ്ങളിൽ ഈ പോളിംഗ് ഉയരുന്ന പതിവ് കാഴ്ച നമ്മൾ കാണാറുള്ളത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഈ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പോളിംഗ് ഉയരുന്ന കാഴ്ച നമ്മൾ കണ്ടു. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്ന പല തുറകളിൽ നിന്ന് വധൂവരന്മാർ അവരുടെ വിവാഹശേഷം ആദ്യം ഒരുമിച്ച് പോയി വോട്ട് രേഖപ്പെടുത്തി പ്രതികരിക്കുന്നു. ഞാൻ ആക്ച്വലി പുറത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ ഒരുപാട് വോട്ട് അങ്ങനെ മിസ്സായിട്ടുണ്ട്. സോ എപ്പോഴും നാട്ടിലുള്ളപ്പോഴെല്ലാം വോട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും വോട്ട് ചെയ്യാറുണ്ട്. ഇവിടെ തന്നെയാണ് എൻ്റെ വീട്. വാഴമുട്ടം, വെള്ളാർ. എല്ലാവരും വോട്ട് ചെയ്യണം എന്നാണ്. അതാണ് നമ്മൾ സ്ഥിരമായി ഗോപികൃഷ്ണൻ കാണുന്ന കാഴ്ചയാണ്. ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ദിവസമൊക്കെ വധൂവരന്മാർ ചെന്ന് വോട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഇത്തവണയും ആ തരത്തിലേക്ക് ഒരു കാഴ്ചയാണ്. ഷഫീദ് തുടരുന്നുണ്ട്. ഷഫീദ്, എങ്ങനെയാണ് പറയൂ? അതിന് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഈ പോളിംഗ് ശതമാനം കൂടുന്നത് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും അവർ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച തിരുവനന്തപുരത്തെ നഗരമണ്ഡലങ്ങളടക്കം കാര്യമായിട്ടുള്ള പോളിംഗ് ഇതിനോടകം തന്നെ കൂടിയിട്ടുണ്ട്. 32 ഒരു ആവറേജ് പോളിംഗ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം അടക്കം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും 12 മണി എടുക്കുമ്പോൾ കാര്യമായ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നു എന്നുള്ളത് ഏത് ഗതിയിലേക്ക്, അല്ലെങ്കിൽ ഇതൊരു അൺപ്രഡിക്റ്റബിൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല, ഇവിടെയൊക്കെ ഈ രീതിയിലുള്ള ഒരു ഫോമാറ്റ് നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. സാധാരണഗതിയിൽ വൈകിട്ട് 3 മണിക്കും 6 മണിക്കും ഇടയിലുള്ള സമയമാണ് കാര്യമായ പോളിംഗ് നഗരമേഖലകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം സെൻട്രൽ ആണെങ്കിൽ, തീരദേശ മേഖലയിൽ, നിയമമാണെങ്കിൽ ഈ പറയുന്ന നഗരത്തോടടുത്ത മേഖലകളിലൊക്കെ നടക്കാറ്. പക്ഷേ ഇപ്പോൾ ട്രെൻഡ് അങ്ങനെയല്ല. ട്രെൻഡ് ആർക്ക് അനുകൂലമാകും എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ അവരുടെ ആത്മവിശ്വാസം അക്കാര്യത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. അതായത് ഈ രീതിയിൽ പോളിംഗ് ശതമാനം കൂടുന്നത് 3 രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് തങ്ങൾക്ക് അനുകൂലമായി മാറും എന്നുള്ളതാണ്. പക്ഷേ ഏത് രീതിയിൽ ജനങ്ങൾ വിധി എഴുതുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും അറിയില്ല. അതെന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുക. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം ഒരുക്കിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നമുക്കറിയാം. ഈ വയോജനങ്ങൾക്ക് വേണ്ടി അവർക്ക് വയോജന സൗഹാർദ്ദമായിട്ടുള്ള ബൂത്തുകൾ, അതേപോലെ വനിതകൾക്ക് വേണ്ടി വനിതാ സൗഹാർദ്ദമായിട്ടുള്ള ബൂത്തുകൾ, അതടക്കമുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് SIR ശേഷം നടപ്പിലാക്കിയ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ കാര്യമായി പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മുഴുവനായിട്ടുള്ള നമ്മളൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളടക്കം, രാഷ്ട്രീയ നേതാക്കളും അതേപോലെ തന്നെ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരും ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.